ഹായ് ഗായ്സ്. ഓക്കെ, നമുക്കിന്ന് 10 CBSE ഫിസിക്സിൻ്റെ തേർഡ് ക്ലാസ്സിലേക്ക് മൂവ് ഓൺ ചെയ്യാം. അതിനു മുമ്പ് എല്ലാ പ്രാവശ്യവും പറയുന്ന പോലെ തീർച്ചയായും നിങ്ങൾ ക്ലാസ്സിൻ്റെ നോട്ട്സ് കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ദെൻ നിങ്ങളുടെ ഫ്രണ്ട്സിനും എല്ലാവർക്കും ഷെയർ ചെയ്യുക, ക്ലാസ്സിൻ്റെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, സോ മൈസെൽഫ് ജോബി ആൻഡ് ദിസ് ഇസ് ഏകലവ്യ അക്കാഡമി. ഇന്ന് പഠിക്കുന്നത് ഇമേജ് ഫോർമേഷൻ ഇൻ കോൺകേവ് ആൻഡ് കോൺവെക്സ് മിറർ. അതിൽ ഫസ്റ്റ് കോൺകേവ് പഠിക്കാം. ദെൻ കോൺകേവില് നമ്മൾ ഡിഫറെൻറ്റ് പൊസിഷൻസിൽ ഒബ്ജക്റ്റ് വെച്ചതിന് ശേഷം ഇമേജ് എവിടെ ഫോം ചെയ്യുന്നു ആൻഡ് വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ ഇമേജ് ഫോം, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. ആ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ ഞാൻ പറയാം. അപ്പം ആദ്യത്തെ പൊസിഷൻ ഏതാണെന്ന് നോക്കാം. കോൺകേവിൽ നമുക്ക് 6 പൊസിഷൻസ് ഉണ്ട്. ദെൻ കോൺവെക്സിൽ 2 പൊസിഷൻസ് ആണ് പഠിക്കാനുള്ളത്. ദെൻ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള റേ ഡയഗ്രാം വേണം, ക്യാരക്ടറിസ്റ്റിക്സ് പറയണം. അപ്പോൾ ഫസ്റ്റ് പൊസിഷൻ ഇൻ കോൺകേവ് ആണ് പഠിക്കാൻ പോകുന്നത്. സോ ഇമേജ് ഫോർമേഷൻ ഇൻ കോൺകേവ് മിറർ. ഓക്കെ, സോ ഇമേജ് ഫോർമേഷൻ ഇൻ കോൺകേവ് മിറർ ആണ് നമ്മൾ പഠിക്കുന്നത്. ഫസ്റ്റ് പൊസിഷൻ, ഒബ്ജക്റ്റ് അറ്റ് ഇൻഫിനിറ്റി. ഒബ്ജക്റ്റ് ഇൻഫിനിറ്റിയിലാണെങ്കിൽ എവിടെ ഇമേജ് ഫോം ചെയ്യും ആൻഡ് വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ ഇമേജ് ഫോം എന്നുള്ള കാര്യമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ അല്ലേ? സോ ഞാൻ റേ ഡയഗ്രാം വരയ്ക്കുന്നു. ദിസ് ഇസ് എ കോൺകേവ് മിറർ. ഇതൊരു കോൺകേവ് മിറർ ആണല്ലോ. ഓക്കെ, നമുക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ മാർക്ക് ചെയ്യുന്നു. ദിസ് ഇസ് പോൾ ആൻഡ് ദിസ് ഇസ് സെന്റർ ഓഫ് കർവേച്ചർ ആൻഡ് ദിസ് ഇസ് ഫോക്കസ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമുക്കറിയാം, നമ്മൾ മാർക്ക് ചെയ്യുന്നു. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ റൂൾസ് ഫോർ റേ ഡയഗ്രാം പഠിച്ചതാണ്. അതിൽ ഇഷ്ടമുള്ള ഏതെങ്കിലും 2 റേ എടുക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള 2 വരച്ച് എടുത്തോളൂ. ഓക്കെ, പക്ഷേ ഈ കേസിൽ ഒബ്ജക്റ്റ് ഇൻഫിനിറ്റി ആണെങ്കിൽ അസ്യൂം ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, ഒബ്ജക്റ്റ് ഇൻഫിനിറ്റി ആണെങ്കിൽ അവിടെ നിന്നും വരുന്ന റേസ് എല്ലാം എങ്ങനെയായിരിക്കും? പാരലൽ റേസ് ആയിരിക്കും. സോ ദ ലൈറ്റ് റേസ് വിച്ച് കം ഫ്രം ആൻ ഒബ്ജക്റ്റ് വിച്ച് ഈസ് അറ്റ് ഇൻഫിനിറ്റി വിൽ ബി ഓൾവേസ് പാരലൽ. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് പാരലൽ റേസ് മാത്രമേ കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? പാരലൽ റേസ് കൺസിഡർ ചെയ്യുന്നു. ഇതാ ഒരു റേ കൺസിഡർ ചെയ്തു, അനദർ റേ കൺസിഡർ ചെയ്തു, ദെൻ തേർഡ് റേ, ഫോർത്ത് റേ. ഓക്കെ, അപ്പൊ നമ്മൾ റൂളിനെ ബേസ് ചെയ്ത് തന്നെയല്ലേ എടുത്തിരിക്കുന്നത്. നമ്മൾ റൂളിൽ പറഞ്ഞിരുന്നു ഒരു റേ പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സ് ആണെങ്കിൽ ആഫ്റ്റർ റിഫ്ലക്ഷൻ അത് ഇതിലൂടെ പാസ് ചെയ്യുന്നു പറഞ്ഞിരുന്നു, ഫോക്കസിലൂടെ പാസ് ചെയ്യുന്നു പറഞ്ഞിരുന്നു. അപ്പം ഈ റേസ് എല്ലാം പാരലൽ ആണെങ്കിൽ ഇതെല്ലാം ഇതിലൂടെ പാസ് ചെയ്യും, ഫോക്കസിലൂടെ പാസ് ചെയ്യും. നോക്കിയേ, എല്ലാ റേയും പാസ് ചെയ്ത് ഇതിലൂടെയാ റിഫ്ലക്ട് ചെയ്ത ഓൾ റേസ് ആർ പാസസ് ത്രൂ ഫോക്കസ്. അങ്ങനെയാണെങ്കിൽ ദ ഇമേജ് ഈസ് ആക്ച്വലി ഫോംഡ് അറ്റ് ഫോക്കസ്. ഫോക്കസിലായിരിക്കും ഇമേജ് ഫോം ചെയ്തത്. അപ്പോൾ നമ്മൾ ഇമേജ് ഫോർമേഷനിൽ 4 കാര്യങ്ങളാണ് പറയേണ്ടത്. ഫസ്റ്റ് വൺ എന്താണ്? പൊസിഷൻ. നമ്മൾ പറഞ്ഞിരുന്നു കണ്ടും. ഓക്കെ, പൊസിഷൻ പറയണം. സെക്കൻഡ് തിങ് സൈസ്. സൈസ് എന്താണ്? ഓക്കെ, ദെൻ ദ തേർഡ് തിങ് എന്താണ്? നേച്ചർ. ഈ നേച്ചർ എന്ന് പറയുമ്പം ഇതിന് 2 ആയിട്ട് പറയുന്നു. എന്തൊക്കെയായിരുന്നു? റിയൽ ആണോ, വിർച്വൽ ആണോ, ഓക്കെ, അല്ലെങ്കിൽ ഇറക്റ്റ് ആണോ, ദെൻ ഇറക്റ്റ് ആണോ, ഇൻവേർട്ടഡ് ആണോ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ പറയാനുണ്ട് നമുക്ക് ഓരോ ഇതിലും. അപ്പൊ നമുക്ക് 4 ആയിട്ട് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ 3 ആയിട്ട് പറയാം. നേച്ചറിൽ വരുന്നതാണ് റിയൽ, വിർച്വലോ, ഇറക്റ്റ്, ഇൻവേർട്ടഡ്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഇമേജിനെ ബേസ് ചെയ്തു. അപ്പം ഒബ്ജക്റ്റ് അറ്റ് ഇൻഫിനിറ്റി ആണെങ്കിൽ റേസ് പാരലൽ ആണ്, മീറ്റ് ചെയ്തത് ഫോക്കസിലാണ്. അപ്പൊ ഫസ്റ്റ് പൊസിഷൻ എവിടെയാണ്? പൊസിഷൻ അറ്റ് focus. Image is formed. Image is formed. First thing at focus. Okay, then the second one, size. Size എങ്ങനെ? ഫോർ എക്സാമ്പിൾ സണ്ണിൽ നിന്ന് വരുന്ന റേ എന്ന് വിചാരിക്കുക. സണ്ണിൽ നിന്ന് വരുന്ന റേ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തൊരു പോയിന്റിലേക്ക് വെക്കുവാണെങ്കിൽ അവിടെ കിട്ടുന്ന ഇമേജ് എന്തിന്റെ ഇമേജാ? സണ്ണിന്റെ ഇമേജാ. സൺ അത്രയും ബിഗ് സൈസുള്ള സണ്ണിനെ നമുക്ക് ഇവിടെ കിട്ടിയ ഇമേജിന്റെ സൈസ് എത്രയാ? വളരെ പോയിന്റഡ് സൈസ്. അങ്ങനെയാണെങ്കിൽ size of the image is point sized or diminished എന്നൊക്കെ പറയാം, very much diminished എന്നൊക്കെ പറയാം. ഓക്കെ, then the third one is nature. നേച്ചറിൽ ഏത് പറയണം? റിയൽ ആണോ, വിർച്വൽ ആണോ എന്ന് പറയണം. ഇത് നോക്കി, റേസ് ആർ ആക്ച്വലി മീറ്റിംഗ്. ഞാനിവിടെ ഏതെങ്കിലും ഡോട്ടർ ലൈൻസ് ഇട്ട് എക്സ്റ്റെൻഡ് ചെയ്തിരുന്നോ? ഇല്ല. ആക്ച്വലി റിഫ്ലക്ട് ചെയ്യുന്ന റേസ് എല്ലാം മീറ്റ് ചെയ്തു. അങ്ങനെ ആക്ച്വലി മീറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പഠിച്ചിരുന്നു എന്താണ്? ഇറ്റ് ഫോംസ് എ റിയൽ ഇമേജ്. അങ്ങനെയാണെങ്കിൽ the third one is it is a real image. Okay, and the fourth one എന്ന് പറയുന്നത് റിയൽ ഇമേജസ് ആർ ഓൾവേസ്
ഇൻവേർട്ടഡ്. ഇവിടെ നമുക്ക് ഇൻവേർട്ടഡ് ആണെന്ന് കാണാൻ പറ്റില്ല, പോയിന്റ് സൈസ് ആയതുകൊണ്ട് ബാക്കിയുള്ള ഡയഗ്രത്തിലെല്ലാം നമുക്ക് ഇൻവേർട്ടറിന്റെ പൊസിഷൻസ് ഒക്കെ കിട്ടും. ഇറക്റ്റ് ആണെങ്കിൽ ആ പൊസിഷൻ ഒക്കെ കിട്ടും. ദെൻ ഇവിടെ നമുക്ക് പറയേണ്ടത് റിയൽ ഇമേജ് ആണെങ്കിൽ ഇറ്റ് ഓൾവേസ് ഇൻവേർട്ടഡ് ആണ്. നമ്മൾ അതും പഠിച്ചിരുന്നു പറഞ്ഞിരുന്നു. റിയൽ ആണെങ്കിൽ ഇറ്റ് ഓൾവേസ് ഇൻവേർട്ടഡ് ആണ്. അങ്ങനെ നമുക്ക് ഇവിടെ എഴുതാം ഇമേജ് ഈസ് ഇൻവേർട്ടഡ്. ഓക്കെ അല്ലേ? അപ്പൊ നോക്കി, ഒബ്ജക്റ്റ് ഇൻഫിനിറ്റി ആണെങ്കിൽ ദീസ് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ ഇമേജ് ഫോം. ഓക്കെ, ക്ലിയർ? ഓക്കെ, അടുത്ത പൊസിഷൻ നമ്മൾ പറയുന്നത് ഒബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ് ബിഹൈൻഡ് സി. ഓക്കെ, അതായത് സെന്റർ ഓഫ് കർവേച്ചർ. സെന്റർ ഓഫ് കർവേച്ചറിന് പുറകിൽ വെച്ചിട്ടുണ്ടെങ്കിൽ എവിടെയായിരിക്കും ഇമേജ് ഫോം ചെയ്യുന്നത്? ലെറ്റ്സ് സീ. ഓക്കെ, നമുക്ക് അറിയാവുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ മാർക്ക് ചെയ്തു. സെന്റർ ഓഫ് കർവേച്ചർ, ഫോക്കസ് ആൻഡ് പോൾ. ഒബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ് ബിഹൈൻഡ് സി. സിക്ക് ബിഹൈൻഡ് ആയിട്ട് പ്ലേസ് ചെയ്യും. ഇവിടെ നമ്മൾ ഒബ്ജക്റ്റ് വളരെ ക്ലോസർ ടു ദ ലെൻസ് ആയതുകൊണ്ടാണ് ഒബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ് അബവ് ദ പ്രിൻസിപ്പൽ ആക്സ് ആയിട്ട് നമ്മൾ പ്ലേസ് ചെയ്യുന്നത്. മറ്റേത് ഇൻഫിനിറ്റി ആയതുകൊണ്ട് ലെൻസിനേലൊക്കെ വലുതായതുകൊണ്ട് നമുക്ക് എല്ലാ പോയിന്റിൽ നിന്നും വരുന്നത് പാരലൽ ആയതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തത്. ഇവിടെ നമ്മൾ ഒബ്ജക്റ്റിന് ഒരു പർട്ടിക്കുലർ ഹൈറ്റും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നു. ഇനി നമ്മൾ റൂൾസിന്റെ കാര്യങ്ങളിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്, ഇവിടെ നമുക്ക് പാരലൽ, എല്ലാ റേയും പാരലൽ ആയിട്ട് വരയ്ക്കാൻ പറ്റില്ല. ഇവിടെ നമുക്ക് ഏതെങ്കിലും രണ്ട് റൂൾസ് ഉപയോഗിക്കണം. ഇവിടെ തൊട്ട് അങ്ങോട്ട് നമുക്ക് രണ്ട് റൂൾസ് ഉപയോഗിച്ചാൽ മാത്രമേ റേ ഡയഗ്രംസിൽ ഇമേജ് ഫോർമേഷൻ പോസിബിൾ ആവുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രണ്ട് റേസ് എടുക്കാം. ഒന്ന് ഞാൻ എടുക്കുന്നു, എ റേ വിച്ച് ഈസ് പാസിംഗ് പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ്. ആഫ്റ്റർ റിഫ്ലക്ഷൻ ഏതിലൂടെ പാസ് ചെയ്യുന്നു പറഞ്ഞിരുന്നു? പാസസ് ത്രൂ ഫോക്കസ്. ഓക്കെ ആണല്ലോ? ഓക്കെ, സെക്കൻഡ് റേ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുക്കാം. ഒന്നെങ്കിൽ സെന്റർ ഓഫ് കർവേച്ചറിലൂടെ പോകുന്ന എടുക്കാം, ഓക്കെ, അല്ലെങ്കിൽ ഫോക്കസിലൂടെ പോകുന്നെടുക്കാം, അല്ലെങ്കിൽ പോളിലൂടെ പോകുന്നെടുക്കാം. ഏതെടുത്താലും നിങ്ങൾക്ക് ഇമേജ് കിട്ടുന്നത് ഒരേ പൊസിഷനിലായിരിക്കും. ഞാൻ തൽക്കാലം എന്ത് ചെയ്യുന്നു? ഫോക്കസിലൂടെ പോകുന്ന റേ എടുക്കുന്നു. ഓക്കെ, റേ വിച്ച് ഈസ് പാസിംഗ് ത്രൂ ഫോക്കസ്. ഫോക്കസിലൂടെ പോകുന്ന റേ എന്ത് ചെയ്യും? ആഫ്റ്റർ റിഫ്ലക്ഷൻ റൂൾ അനുസരിച്ച് എന്താണ്? റൂൾസ് എടുത്ത് നോക്കുക. റൂൾസ് പഠിച്ചിട്ടില്ലെങ്കിൽ റൂൾസ് എടുത്ത് നോക്കുക. അതിലൂടെ മാത്രമേ നമുക്ക് ഇത് മനസ്സിലാവുള്ളൂ. കഴിഞ്ഞ ക്ലാസ് കാണാത്തവർ കണ്ടതിന് ശേഷം മാത്രം ഇത് വരയ്ക്കാൻ പഠിക്കുക, അല്ലെങ്കിൽ ഈ ക്ലാസ് കാണുക. ഓക്കെ, സോ ഒരു റേ പാരലായിട്ടാണ് പോകുന്നതെങ്കിൽ ഇതിലൂടെ പാസ് ചെയ്യും, ഫോക്കസിലൂടെ പാസ് ചെയ്തു. ഒരു റേ ഫോക്കസിലൂടെയാണ് പാസ് ചെയ്യുന്നതെങ്കിൽ അത് ചെയ്യും പാരലായിട്ട് മൂവ് ചെയ്യും. ആഫ്റ്റർ റിഫ്ലക്ഷൻ ഇറ്റ് പാസസ് പാരലൽ. സോ നോക്കിയേ, റിഫ്ലക്റ്റഡ് റേസ് മീറ്റ് ചെയ്തത് എവിടെയാണ് നോക്കിയേ? ബിറ്റ്വീൻ സി ആൻഡ് എഫ്. സിക്കും എഫിനും ഇടയിലാണ് എന്ത് ചെയ്യുന്നത്? അവർ മീറ്റ് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ ഇമേജ് ഈസ് ഫോംഡ് അറ്റ് ഫോം ബിറ്റ്വീൻ സി ആൻഡ് എഫ്. സിക്കും എഫിനും ഇടയിലാണ് ഇമേജ് ഫോം ചെയ്തത്. പക്ഷെ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളിവിടെ ഇതിന്റെ ഫൂട്ട് റെപ്രസെന്റ് ചെയ്യോ ഹെഡ് റെപ്രസെന്റ് ചെയ്യോ? അതിന് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്, ഹെഡിൽ നിന്നുള്ള റേ ആണ് നമ്മൾ എടുത്തതെങ്കിൽ മീറ്റ് ചെയ്യുന്ന പോയിന്റ്, റിഫ്ലക്റ്റഡ് റേ മീറ്റ് ചെയ്യുന്ന പോയിന്റിൽ എന്ത് തന്നെ കിട്ടണം? ഹെഡ് തന്നെ കിട്ടണം. അങ്ങനെയാണ് നോക്കി, ഈ പോയിന്റിൽ ഹെഡ് ആയിരിക്കണം. സോ ഫൂട്ട് എവിടെ തന്നെ ആയിരിക്കും? പ്രിൻസിപ്പൽ ആക്സ് ആയിരിക്കും. ഹെഡ് ഇവിടെ ആയിരിക്കും. ഇത് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം ഇൻവേർട്ടഡ് ഇമേജ് ആണെന്നുള്ളത്. നിങ്ങൾക്ക് ആരും പറഞ്ഞു തരേണ്ട കാര്യമില്ല. ഇറ്റ് ഈസ് ആൻ ഇൻവേർട്ടഡ് ഇമേജ്. എനിവേ, നമുക്കെല്ലാം ഓർഡർ ആയിട്ട് പോവാം. ഫസ്റ്റ് തിങ് എന്താണ്? പൊസിഷൻ. പൊസിഷൻ എവിടെയാണ്? ഇമേജ് ഈസ് ഫോം ബിറ്റ്വീൻ സി ആൻഡ് എഫ്. ഓക്കെ, സെക്കൻഡ് വൺ എന്താണ്? സൈസ്. സൈസ് നോക്കി, ഇതിനേലും സ്മോളർ ആണ്, റൈറ്റ്? ഇമേജ് ഫോം ചെയ്തത് സ്മോളർ ദാൻ ദ ഒബ്ജക്റ്റ് ആണ്. സോ ഇമേജ് ഈസ് സ്മോളർ എന്ന് എഴുതാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിമിനിഷ്ഡ് എന്ന് എഴുതാം. ഡിമിനിഷ്ഡ് അഥവാ സ്മോളർ. ഓക്കെ, ഇതോടായിരിക്കും നിങ്ങൾ ചിലപ്പോൾ ബുക്കിലൊക്കെ കാണുന്നത്. അതുകൊണ്ടാണ് ഞാനത് മെൻഷൻ ചെയ്യുന്നത്. ഓക്കെ, വെരി മച്ച് സ്മോളർ ആണ്, അതുകൊണ്ടാണ് നമ്മൾ ഡിമിനിഷ്ഡ് എന്ന് പറയുന്നത്. ദെൻ വെരി മച്ച് സ്മോളറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിമിനിഷ്ഡ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ തേർഡ് വൺ എന്തായിരുന്നു? നേച്ചർ. വിർച്വൽ ആണോ റിയൽ ആണോ എന്നുള്ളതാണ്. റിയൽ ആണോ വിർച്വൽ ആണോ? ഇവിടെ ഞാൻ ഡോട്ടർ ലൈൻസ് ഇട്ട് ഒന്നും എക്സ്റ്റെൻഡ് ചെയ്തില്ല. റിഫ്ലക്റ്റഡ് റേസ് ആക്ച്വലി കൺവേർട്ട് ചെയ്ത് മീറ്റ് ചെയ്തു. അങ്ങനെ ഇറ്റ് ഫോംസ് എ റിയൽ ഇമേജ്. സോ ഇറ്റ് ഇസ് എ റിയൽ ഇമേജ്. ഓക്കെ, റിയൽ ഇമേജ് ആണെങ്കിൽ ഓൾവേസ് ഇൻവേർട്ടഡ് ആണ്. ആൻഡ് ഓൾസോ വി ക്യാൻ see it in the diagram, that is it is an inverted image. So it is an inverted image. ഓക്കെ, സോ 4 കാര്യങ്ങൾ എഴുതി. ഓക്കെ, ഇതേപോലെ നമുക്കിപ്പോൾ 2 ആയുള്ളൂ. ഇനിയും 4 ഡയഗ്രാംസ് വരയ്ക്കാനുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് തേർഡ് പൊസിഷൻ എന്ന് പറയുന്നത്, ഓക്കെ, ഒബ്ജക്റ്റ് ഇവിടെ പ്ലേസ് ചെയ്താണ് സെന്റർ ഓഫ് കർവേച്ചർ. ഓക്കെ, സോ തേർഡ് പൊസിഷൻ ഈസ് ഒബ്ജക്റ്റ് അറ്റ് സി. ഓക്കെ, അപ്പോൾ നമ്മൾ ഏതൊക്കെ കണ്ടു? ഓക്കെ, സെന്റർ ഓഫ് കർവേച്ചർ നമ്മൾ ആദ്യം കണ്ടത് ഒബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ് അറ്റ് ഇൻഫിനിറ്റി, ദെൻ ബിഹൈൻഡ് സി ആൻഡ് അറ്റ് സി ആണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ എന്താ ഒബ്ജക്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു? പഠിച്ചു. സെന്റർ ഓഫ് കർവേച്ചറിൽ നമ്മൾ എന്ത് ചെയ്തു? ഒബ്ജക്റ്റിനെ പ്ലേസ് ചെയ്തു. ഓക്കെ, ദിസ് ഇസ് ദ ഒബ്ജക്റ്റ്. ഓക്കെ, ഇനി നമുക്ക് ഇനി എന്ത് ചെയ്യാം? റൂൾസ് അനുസരിച്ച് 2 റേസ് കൺസിഡർ ചെയ്യാം. 2 റേസ് കൺസിഡർ ചെയ്ത് ഒരെണ്ണം പാരലൽ റേ, റേ വിച്ച് ഈസ് പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ്. ആഫ്റ്റർ റിഫ്ലക്ഷൻ എന്ത് ചെയ്യുന്ന പറയുന്നത്? വിച്ച് വിൽ പാസസ് ത്രൂ ഫോക്കസ്. അപ്പം ഇത് റിഫ്ലക്ഷൻ ശേഷം ഇതിലൂടെ പാസ് ചെയ്യും, ഫോക്കസിലൂടെ പാസ് ചെയ്യും. ഓക്കെ ആണല്ലോ? ഓക്കെ, അനദർ റേ വിച്ച് ഈസ് പാസിംഗ് ത്രൂ ഫോക്കസ്. ആഫ്റ്റർ റിഫ്ലക്ഷൻ എന്ത് ചെയ്യും? Which will, okay, after reflection it will
passes parallel to the principal axis. Okay, principal axis parallel. Okay, രണ്ടുപേരും മീറ്റ് ചെയ്ത പോയിന്റ് എവിടെയാണെന്ന് നോക്കിയേ, they will meet at the same point. Okay, അതായത് they will meet at center of curvature itself. അതായത് ഈ പറഞ്ഞിരിക്കുന്ന റേ മീറ്റ് ചെയ്തത് സെന്റർ ഓഫ് കർവേച്ചറിൽ തന്നെയാണ്. അപ്പം ഒബ്ജക്റ്റ് when it is placed at C, the image will be also formed at C. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് ഓരോ പ്രോപ്പർട്ടീസ് ഉണ്ട്. റേ ഡയഗ്രത്തിൽ മസ്റ്റ് ആയിട്ടും ആരോസ് കാണിക്കണം, ആരോസ് കാണിച്ചില്ലെങ്കിൽ മാർക്ക് കിട്ടത്തില്ല. ഓക്കെ, സോ നോക്കി, ഒരു റേ പാരലായിട്ട് എടുത്തു, ഫോക്കസിലൂടെ പോയി, അനന്തർ റേ ഫോക്കസിലൂടെ പോയി, ഇതിന് പാരലായിട്ട് വന്നു, രണ്ടും മീറ്റ് ചെയ്ത് അവിടെ തന്നെയാണ് സി. അപ്പോൾ ഒബ്ജക്റ്റ് സിയിലാണെങ്കിൽ ഇമേജും ഫോംഡ് അറ്റ് സി. അപ്പോൾ നമുക്ക് ആദ്യത്തെ കാര്യം പൊസിഷൻ എവിടെയാണ്? അറ്റ് സി, അതായത് സെന്റർ ഓഫ് കർവേച്ചർ. ഓക്കെ, രണ്ടാമത് സൈസ് എങ്ങനെയാണ്? ഓക്കെ, സെയിം സൈസ് ആയിരിക്കും. ഓക്കെ, സെയിം സൈസ്. ഓക്കെ, ദെൻ തേർഡ് വൺ എന്താണ്? വിർച്വൽ ആണോ റിയൽ ആണോ? ഇറ്റ് ഇസ് എ റിയൽ ഇമേജ്. നമുക്കറിയാം, കാരണം എന്തുകൊണ്ടാണ്? റേസ് ആർ ആക്ച്വലി മീറ്റിംഗ്. ഡോട്ടർ ലൈൻസ് ഉപയോഗിച്ച് നമ്മൾ എന്തെങ്കിലും എക്സ്റ്റെൻഡ് ചെയ്താൽ ഇല്ല. അപ്പോൾ ആക്ച്വലി മീറ്റിംഗ് ആണെങ്കിൽ ഇറ്റ് ഇസ് എ റിയൽ ഇമേജ് ആണ്. ആൻഡ് ഫോർത്ത് വൺ നമുക്ക് നോക്കി അറിയാം, ഇറ്റ് ഇസ് ആൻ ഇൻവേർട്ടഡ് ഇമേജ്. അല്ലെങ്കിൽ നമുക്കറിയാം റിയൽ ഇമേജ് ആണെങ്കിൽ ഇറ്റ് വിൽ ബി ഓൾവേസ് ഇൻവേർട്ടഡ്. റൈറ്റ്? ഓക്കെ, സോ അപ്പോൾ നമുക്ക് ആ ഡയഗ്രാം കിട്ടി. അപ്പോൾ 3 ഡയഗ്രാംസ് നമ്മൾ ഓൾറെഡി കവർ ചെയ്തു. ഇനി ഫോർത്ത് വൺ ഏതാണ്? ഒബ്ജക്ട് പ്ലേസ്ഡ് ബിറ്റ്വീൻ സി ആൻഡ് എഫ്. അടുത്തത് നമ്മളപ്പം ബിഹൈൻഡ് സി വെച്ചു, അറ്റ് സി വെച്ചു, ഇനി ബിറ്റ്വീൻ എഫ് ആൻഡ് സി. ഓക്കെ, സോ ബിറ്റ്വീൻ എഫ് ആൻഡ് സി വയ്ക്കാനായിട്ട് നമ്മളിവിടെ ഫോർത്ത് വഹിക്കുന്നു, ബിറ്റ്വീൻ എഫ് ആൻഡ് സി. ഓക്കെ, ബിറ്റ്വീൻ എഫ് ആൻഡ് സി ആണ് നമ്മൾ വയ്ക്കാൻ പോകുന്ന ഒബ്ജക്റ്റിനെ. ഓക്കെ, അപ്പോൾ നമ്മൾ ഡയഗ്രാം വരയ്ക്കുകയാണ്. ഓക്കെ, അപ്പോൾ ബിറ്റ്വീൻ സി ആൻഡ് എഫ് പറയാനായിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഡയഗ്രാം വരച്ചു. ഓക്കെ, സെന്റർ ഓഫ് കർവേച്ചർ, ഫോക്കസ് ആൻഡ് പോൾ റെപ്രസെന്റ് ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഒബ്ജക്റ്റിനെ പ്ലേസ് ചെയ്യാം. ഒബ്ജക്റ്റിനെ എവിടെ പ്ലേസ് ചെയ്യണം? ബിറ്റ്വീൻ സി ആൻഡ് എഫ്. ഓക്കെ, ബിറ്റ്വീൻ സി ആൻഡ് എഫിൽ ഒബ്ജക്റ്റിനെ പ്ലേസ് ചെയ്തു. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ തന്നെ 2 റേസ് കൺസിഡർ ചെയ്യാം. ഒരു റേ പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ് ആഫ്റ്റർ റിഫ്ലക്ഷൻ ഇതിലൂടെ പാസ് ചെയ്യുന്ന റൂൾ പറയുന്നത് ഫോക്കസിലൂടെ പാസ് ചെയ്യും. ഓക്കെ, സോ ഫോക്കസിലൂടെ പാസ് ചെയ്തു. ഓക്കെ, ആരോസ് കാണിക്കാം. Then another ray which can be taken as which passes through focus or passes through pole or passes through center of curvature. ഏത് വേണമെങ്കിലും എടുക്കാം. Okay, so another ray which is passing through focus. Okay, after reflection എന്ത് പറ്റും? They will travel parallel to the principal axis. Principal axis എന്ത് ചെയ്തു? Parallel ആയിട്ട് മൂവ് ചെയ്തു. Okay, a ray which is passing through focus after reflection passes parallel to the principal axis. Principal axis ന് parallel ആയിട്ട് മൂവ് ചെയ്തു. അങ്ങനെ പ്രിൻസിപ്പൽ ആക്സിന് പാരലൽ ആയിട്ട് മൂവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നോക്കിയാൽ രണ്ടുപേരുടെ മീറ്റ് ചെയ്യുന്നത് എവിടെയാണെന്ന് നോക്കിയാൽ ബിഹൈൻഡ് സിക്ക് ബിഹൈൻഡ്. ഓക്കെ, സിക്ക് ബിഹൈൻഡ് ആണ് ഇമേജ് ഫോം ചെയ്തത്. ആൻഡ് ഇറ്റ് ഈസ് എ ലാർജർ ഇമേജ്. കണ്ടോ, ഒബ്ജക്റ്റിന്റെ സൈസ് ഇത്രയേ ഉള്ളൂ, ഇമേജിന്റെ സൈസ് നോക്കി ബിഗർ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിന്റെ എന്തെല്ലാം കാര്യങ്ങൾ എഴുതാം? ഫസ്റ്റ് വൺ പൊസിഷൻ എവിടെയാണ്? ഇമേജ് ഈസ് ഫോം ബിഹൈൻഡ് സി. ഓക്കെ, ബിഹൈൻഡ് സി ആണ് ഫോം ചെയ്തത്. ആൻഡ് ദ സെക്കൻഡ് വൺ സൈസ് എങ്ങനെയാണ്? Larger than object. And the third one real അല്ലേ? Actually the rays are meeting, actually the reflecting rays are meeting, therefore it is a real image. And the fourth one എന്താണ്? So real ആണെങ്കിൽ എന്തായാലും inverted ആണ്. And also we can see it here. Okay, so inverted. Okay, clear അല്ലേ? So ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ആ ഡയഗ്രത്തിൽ വരുന്നത്. അപ്പോൾ നമുക്ക് 4 ഡയഗ്രാംസ് കഴിഞ്ഞു, ഇനി 2 ഡയഗ്രാംസ് കൂടെ ഉണ്ട്. ഓക്കെ, അടുത്ത പൊസിഷൻ നമുക്ക് പഠിക്കാനുള്ളത് when object is placed at F. ഓക്കെ, നമ്മളിപ്പം സി ആൻഡ് എഫ് കണ്ടു ബിറ്റ്വീൻ. ഇനി അടുത്തത് എവിടെ വയ്ക്കണം? എഫിൽ വെക്കുമ്പോൾ എവിടെയാണ് ഇമേജ് കിട്ടുന്നത്? ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് നോക്കാം. ഓക്കെ, സോ ഡയഗ്രാം വരയ്ക്കുന്ന. ഓക്കെ, സോ ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്തിരിക്കുന്നത് അറ്റ് എഫിലാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ദെൻ നമുക്ക് 2 റേസ് കൺസിഡർ ചെയ്യാം, ഏതെങ്കിലും ഇഷ്ടമുള്ളത്. പക്ഷേ ഒരു പ്രത്യേകതയുണ്ട്, ഒബ്ജക്റ്റ് റേ. ഓക്കെ, ഞാൻ പറയാം. A ray which is moving parallel to the principal axis after reflection which will pass us through focus. അല്ലേ? ഓക്കെ, അനദർ റേ വിച്ച് ഈസ് പാസസ് ത്രൂ ഫോക്കസ് എന്നുള്ളത് എടുക്കാൻ പറ്റുമോ? അല്ല. അനദർ റേ എടുക്കാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താണ്? ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്തിരിക്കുന്ന എഫിലാണ്, അതുകൊണ്ടാണ് അനദർ റേ ത്രൂ എഫ് എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? സെന്റർ ഓഫ് കർവേച്ചറിലൂടെ പോകുന്ന റേ എടുക്കാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം? പോളിലൂടെ പോകുന്ന റേ എടുക്കാം, ഇഷ്ടം എടുക്കാം. ഓക്കെ, നിങ്ങളിപ്പം പോളിലൂടെ എടുക്കുന്നതാണെങ്കിൽ ഓക്കെ ഇവിടുന്ന് വരയ്ക്കുക, അതേ ആംഗിളിൽ എടുത്തിട്ട് ഇങ്ങോട്ട് വരയ്ക്കാം. സെന്റർ ഓഫ് കർവേച്ചർ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം? ഇതിലൂടെ പോകുന്ന റേ എടുക്കാം. നമുക്ക് എടുത്ത് നോക്കാം. ഓക്കെ, എ റേ വിച്ച് ഈസ് പാസിംഗ് ത്രൂ സെന്റർ ഓഫ് കർവേച്ചർ. ഇതിപ്പോൾ നോക്കി തിരിച്ചു പോകുന്നത് സെന്റർ ഓഫ് കർവേച്ചർ കണ്ടോ? ഇപ്പോൾ വേറെ സെന്റർ ഓഫ് കർവേച്ചറിലൂടെ പാസ് ചെയ്തു. ഓക്കെ, ആഫ്റ്റർ റിഫ്ലക്ഷൻ എന്ത് ചെയ്യും? തിരിച്ച് ഇറ്റ് റിഫ്ലക്സ് ബാക്ക് അലോങ് ദ സെയിം പാത്ത് എന്നല്ല പഠിച്ചത്. അങ്ങനെയാണെങ്കിൽ ഇറ്റ് റിഫ്ലക്സ് ബാക്ക് അലോങ് ദ സെയിം പാത്ത്. നോക്കി, 2 റേയും മൂവ് ചെയ്യുന്നത് എങ്ങനെയാണ്? പാരലൽ ആയിട്ടല്ലേ? ഓക്കെ, ദ റേസ് ആർ മൂവിങ് പാരലൽ. അങ്ങനെയാണെങ്കിൽ നോക്കി, when object is placed at F എന്ത് ചെയ്യുന്നു? 2 റേ എടുക്കുന്നു,
ray which is parallel to the principal axis after reflection എന്ത് ചെയ്യുന്നു ഫോക്കസിലൂടെ പോകുന്നു. Another ray which is passing through center of curvature after reflection which traces back along the same path traces back along. അങ്ങനെയാണെങ്കിൽ we will get a parallel line. Parallel linesന്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് assumption ആണ്, it's actually parallel rays will meet at infinity. ഇൻഫിനിറ്റിയിൽ they will actually meet at infinity എന്ന് പറയുന്നത് really does not meet. കാരണം നമ്മൾ ഇൻഫിനിറ്റിയിലുള്ള ഒരു ഒബ്ജക്റ്റിൽ നിന്ന് വരുന്ന റേ പാരലൽ ആണ് അസ്യൂം ചെയ്തിരുന്നത്. അതുപോലെ തന്നെ ഇവിടെ നിന്ന് പാരലായിട്ട് പോകുന്ന റേ അവിടെ മീറ്റ് ചെയ്ത് അവിടെ ഒരു പോയിന്റ് ഒരു ഇമേജ് ഫോം ചെയ്യുന്ന ഒരു കൺസെപ്റ്റാണ് നമ്മൾ എടുക്കുന്നത്. അതുകൊണ്ട് പാരലൽ റേസ് ആക്ച്വലി മീറ്റ് അറ്റ് ഇൻഫിനിറ്റി എന്നുള്ള കൺസെപ്റ്റ് എടുക്കുക. സോ ആക്ച്വലി മീറ്റ് ആണെങ്കിൽ വി വിൽ ഗെറ്റ് എ റിയൽ ഇമേജ്. ഓക്കെ, അപ്പോൾ നമുക്കെല്ലാം പറയാം. അപ്പോൾ ഫസ്റ്റ് വൺ ഇമേജ് ഇസ് ഫോംഡ് അറ്റ് ഇൻഫിനിറ്റി ആൻഡ് സെക്കൻഡ് വൺ സൈസ് എങ്ങനെയായിരിക്കും? എന്തായാലും മീറ്റ് ചെയ്യുന്ന പോയിന്റ് ഹെഡ് ആയിരിക്കും. ഹെഡ് ഇൻഫിനിറ്റിയിലാണെങ്കിൽ ഫൂട്ട് എന്തായാലും പ്രിൻസിപ്പൽ ആക്സിൽ തന്നെ ആയിരിക്കണം അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇമേജ് എന്തായിരിക്കും? ഭയങ്കര ബിഗർ ആയിരിക്കും, വെരി ലാർജ്. ഓക്കെ, വെരി മച്ച് ലാർജ് ആയിരിക്കും എന്ത് ഇമേജിന്റെ സൈസ് എന്ന് പറയുന്നത്. ദെൻ തേർഡ് വൺ ഞാൻ പറഞ്ഞു ആക്ച്വലി മീറ്റ് അറ്റ് ഇൻഫിനിറ്റി എന്നുള്ളതാണ് അസംഷൻ. സോ ഇറ്റ് ഇസ് എ റിയൽ ഇമേജ്. ഓക്കെ, റിയൽ ആണെങ്കിൽ എന്തായിരിക്കും? ഇൻവേർട്ടഡ് ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആണോ ഇത്രയും പറഞ്ഞത്? അപ്പോൾ ഇത്രയും ക്ലിയർ ആണെങ്കിൽ നമുക്ക് ഇനി അടുത്ത ഡയഗ്രത്തിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ സി ആൻഡ് എഫ് കണ്ടു, അറ്റ് എഫ് കണ്ടു. ഇനി എവിടെയായിരിക്കും? ബിറ്റ്വീൻ എഫ് ആൻഡ് പി. ഓക്കെ ഓക്കെ, ഒബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ് ബിറ്റ്വീൻ എഫ് ആൻഡ് പി. ഓക്കെ, ഇത് ഒരു ഇമ്പോർട്ടൻറ്റ് ഡയഗ്രമാണ്. കാരണം നമുക്ക് ഇത്ര നേരം കിട്ടിയ എല്ലാ ഇമേജും, അതായത് കോൺകേവ് മിററിൽ ഇത്ര നേരം കിട്ടിയ എല്ലാ ഇമേജും നമുക്ക് എന്തൊരു ഇമേജ് ആയിരുന്നു? ഓക്കെ, ഇറ്റ്സ് എ റിയൽ ഇമേജ് ആയിരുന്നു. ഓക്കെ, ഒറ്റ വിർച്വൽ ഇമേജിന്റെ പൊസിഷനെ നമുക്ക് കിട്ടുന്നുള്ളൂ കോൺകേവിൽ. അത് ഈ കേസ് ആണ്. വെൻ ഒബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ് ബിറ്റ്വീൻ എഫ് ആൻഡ് പി ആണ്. ഓക്കെ, സോ ഒബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ് ബിറ്റ്വീൻ എഫ് ആൻഡ് പി. ഓക്കെ, ഇഷ്ടമുള്ള രണ്ട് റേസ് എടുക്കാം. ആദ്യത്തെ നമുക്ക് എന്ത് ചെയ്യാം? ഓക്കെ, ഇതിന്റെ ഫോക്കസ് പാരലൽ റേ കൺസിഡർ ചെയ്യുന്നത് കുറവാണ്. കാരണം കൺസെപ്റ്റ് ഇത്രേ ഉള്ളൂ. ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് വയ്ക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് ഒരു പാരലൽ റേ എടുത്താൽ ഇവിടെ മീറ്റ് ചെയ്തതിനു ശേഷം എന്ത് ചെയ്യും? അത് വന്ന ഒബ്ജക്റ്റിൽ തന്നെ ഫോളോ ചെയ്യും അല്ലേ? അങ്ങനെ വന്ന് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ റേക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഫോക്കസിലൂടെ പാസ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ വേറെ രണ്ട് റേസ് എടുക്കുന്നു. ഒന്ന് സെന്റർ ഓഫ് കർവേച്ചർ. സെന്റർ ഓഫ് കർവേച്ചറിലൂടെ പോകുന്ന റേ എന്ത് ചെയ്യും? തിരിച്ച് അതിലൂടെ തന്നെ റിഫ്ലക്ട് ചെയ്യും ആണല്ലോ. സോ സെന്റർ ഓഫ് കർവേച്ചറിലൂടെ പോകുന്ന റേ തിരിച്ച് അതിലൂടെ തന്നെ പാസ് ചെയ്യും. അനദർ റേ, the ray which is passing through pole എന്ത് ചെയ്യും? റിഫ്ലക്ട് വിത്ത് ദ സെയിം ആംഗിൾ ഓഫ് ഇൻസിഡൻസ് അല്ലെ? അതേ ആംഗിളിൽ എന്ത് ചെയ്യുക? റിഫ്ലക്ട് ചെയ്യാം. നിങ്ങളിവിടെ റേസ് നോക്കിയാൽ അറിയാം, രണ്ടും എന്ത് ചെയ്യാണ്? ഡൈവേർജ് ചെയ്ത് പോവാണ് റേസ് അല്ലെ? അങ്ങനെയാണെങ്കിൽ ഇഫ് ദേ ആർ എക്സ്റ്റെൻഡിങ് ബാക്ക്വേർഡ്, അങ്ങനെ ഡൈവേർജ് ചെയ്ത് പോകുന്ന റേക്ക് ഒരു റേ ഡൈവേർജ് ചെയ്ത് പോകണമെങ്കിൽ അവരെ ബാക്ക്വേർഡ് എക്സ്റ്റെൻഡ് ചെയ്താൽ എന്തായാലും മീറ്റ് ചെയ്യില്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ നോക്കി ഈ റേസിനെ എന്ത് ചെയ്യുന്നു? ബാക്ക്വേർഡ് എക്സ്റ്റെൻഡ് ചെയ്യുന്നു ആൻഡ് ദേ വിൽ മീറ്റ് അറ്റ് എ സർട്ടൻ പോയിന്റ്. ഓക്കെ, നോക്കിയേ ഇവിടെ ഒരു പോയിന്റിൽ അവർ എന്ത് ചെയ്തു? മീറ്റ് ചെയ്തു അല്ലേ? ഓക്കെ, ഇവിടെ കിട്ടിയത് നോക്കി ഇമേജ് കിട്ടിയത് ബൈ എക്സ്റ്റെൻഡിങ് വിത്ത് ഡോട്ടർ ലൈൻസ്. ഇങ്ങനെ ഡോട്ടർ ലൈൻസ് ഇട്ട് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോഴാണ് ഇമേജ് കിട്ടുന്നത്. ഇവിടെ എവിടെയെങ്കിലും നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തിരുന്നോ? ഇല്ല, ഇവിടേക്ക് എക്സ്റ്റെൻഡ് ചെയ്തിരുന്നു, ബട്ട് ഡോട്ടർ ലൈൻസ് ഉപയോഗിച്ചിരുന്നില്ല അല്ലേ? അപ്പോൾ അങ്ങനെ ഡോട്ടർ ലൈൻസ് ഉപയോഗിച്ച് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോഴാണ് ഇമേജ് കിട്ടുന്നതെങ്കിൽ സച്ച് ഇമേജസ് ആർ നോൺ ആസ് വിർച്വൽ ഇമേജസ്. ഐഡിയ കിട്ടിയോ? അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ക്യാരക്ടറിസ്റ്റിക്സ് പറയാലോ. ഫസ്റ്റ് വൺ, ഇമേജ് ഈസ് ഫോംഡ് എവിടെയാണ്? ബിഹൈൻഡ് ദ മിറർ. ഓക്കെ, ഇമേജ് ഈസ് ഫോംഡ് ബിഹൈൻഡ് ദ മിറർ. ഓക്കെ, അതിന്റെ രണ്ടാമത്തെ കാര്യം എന്താണ്? സൈസ് എങ്ങനെയാണെന്ന് നോക്കിയാൽ അറിയാലോ, ലാർജർ. ഓക്കെ, ആൻഡ് ദ തേർഡ് വൺ ഞാൻ പറഞ്ഞു ഇറ്റ്സ് എ വിർച്വൽ ഇമേജ്. ദെൻ വിർച്വൽ ആണെങ്കിൽ നമുക്കറിയാം എന്തായിരിക്കും? ഇറക്റ്റ് ആയിരിക്കും. ഓക്കെ, ഇറക്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ ഇവിടെ നോക്കിയാൽ അറിയാം ഹെഡിൽ നിന്ന് വരുന്ന റേ എക്സ്റ്റെൻഡ് ചെയ്തപ്പോൾ മീറ്റ് ചെയ്യുകയാണെങ്കിൽ ആ പോയിന്റ് ഹെഡ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും? ഒരു ഇറക്റ്റ് ഇമേജ് ആയിരിക്കും. സോ ഫോർത്ത് വൺ ഈസ് ഇറക്റ്റ്. ഓക്കെ, സോ ഇത്രയാണ് നമുക്ക് കോൺകേവ് മിറേഴ്സിന്റെ കേസിൽ പഠിക്കാനുള്ളത്. 6 ഡയഗ്രാംസ്. അപ്പോൾ ഫസ്റ്റത്തെ എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റി, സെക്കൻഡ് വൺ ബിഹൈൻഡ് സി, ദെൻ അറ്റ് സി, ബിറ്റ്വീൻ സി ആൻഡ് എഫ്, ദെൻ അറ്റ് എഫ് ആൻഡ് ദെൻ ബിറ്റ്വീൻ എഫ് ആൻഡ് ടി. ഇനി ഇത് ഓർത്ത് വയ്ക്കാനുള്ള എളുപ്പമാർഗ്ഗം എന്ന് പറയുന്നത് നമ്മൾ ഓർക്കുക, ഇൻഫിനിറ്റിയിൽ നിന്ന് വരുന്ന ഒബ്ജക്റ്റ് ഇമേജ് ഫോം ചെയ്തത് ഫോക്കസിലാണ് അല്ലേ? എല്ലാം കൂടെ. അങ്ങനെയാണെങ്കിൽ ഫോക്കസിൽ വെക്കുന്ന ഇമേജ് ഒബ്ജക്റ്റിന്റെ ഇമേജ് എവിടെയായിരിക്കും ഫോം ചെയ്യുന്നത്? ഇൻഫിനിറ്റി. ഓക്കെ, ശ്രദ്ധിച്ച് നോക്കുക. ദെൻ വെൻ ഒബ്ജക്റ്റ് ഈസ് ബിഹൈൻഡ് സി ആണെങ്കിൽ ഇമേജസ് ഫോം ബിറ്റ്വീൻ സി ആൻഡ് എഫ് ആയിരുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വെൻ ഒബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ് ബിറ്റ്വീൻ എഫ് ആൻഡ് സി ആണെങ്കിൽ ഇമേജസ് ഫോം ബിഹൈൻഡ് സി ആയിരിക്കും. ഓക്കെ, ചെക്ക് ചെയ്യുക. ദെൻ പിന്നെ വരുന്നൊരു സ്പെഷ്യൽ കേസസ് ആണ്. ഏത് സ്പെഷ്യൽ കേസ് ആണ്? നമുക്ക് വെൻ ഒബ്ജക്റ്റ് ഈസ് പ്ലേസ് എന്നാണ് അറ്റ് സിയും ദെൻ ബിറ്റ്വീൻ പി ആൻഡ് എഫ്. അറ്റ് സി ആണെങ്കിൽ അറ്റ് സി തന്നെ ആയിരിക്കും, സെയിം സൈസ് ആയിരിക്കും. ഓക്കെ, ദെൻ ബിറ്റ്വീൻ പി ആൻഡ് എഫ് ആണെങ്കിൽ എന്താണ്? ഫോംസ് എ വിർച്വൽ ഇമേജ് ആണ്, ബിഹൈൻഡ് ദ മിറർ ആണ്. ചെക്ക് ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അങ്ങനെ ഓർക്കുവാണെങ്കിൽ എളുപ്പമായിരിക്കും കേട്ടോ. ഓക്കെ, ദെൻ അങ്ങനെയാണെങ്കിൽ
അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി കോൺവെക്സ് ലെൻസിൻ്റെ ഇമേജ് ഫോർമേഷൻ രണ്ട് ഡയഗ്രമേ ഉള്ളൂ. അതിൻ്റെ റീസൺ ഞാനപ്പോൾ പറയാം. ഓക്കെ, കോൺവെക്സ് നിറമുള്ള ഇമേജ് ഫോർമേഷൻ്റെ ഫസ്റ്റ് പൊസിഷൻ എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ് അറ്റ് ഇൻഫിനിറ്റി ആണ്. ദെൻ നമുക്ക് അടുത്തത് നോക്കാം. ദെൻ ഫസ്റ്റ് വൺ അപ്പോൾ നോക്കി ഡയഗ്രാം ഇങ്ങനെ വരും, ഇതേപോലെ വരും ഡയഗ്രാം. ഇത് പോള്, ദെൻ ഇവിടെ ആയിരിക്കും, ഈ എൻഡിലായിരിക്കും, കാരണം ഇതിൻ്റെ കർവേച്ചർ അങ്ങോട്ടല്ലേ. ഓക്കെ, സോ ഈ എൻഡിൽ ഫോക്കസ്, ദെൻ ഇവിടെ ആയിരിക്കും സെൻറ്റർ ഓഫ് കർവേച്ചർ വരിക. ഓക്കെ, ഇത്രയും ക്ലിയർ ആണല്ലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് ഇൻഫിനിറ്റി എന്നാണ് റേസ് വരുന്നത്. ഇൻഫിനിറ്റി എന്ന് പറയുന്ന റേസ് എന്താണെന്ന് പറഞ്ഞിരുന്നു, പാരലൽ റേസ് ആണ്. സോ പാരലൽ റേസ് ആണെങ്കിൽ പാരലൽ റേസ് വന്നു. ഓക്കെ, ഇൻസിഡന്റ് ചെയ്തു. ഇൻസിഡന്റ് ചെയ്തതിനു ശേഷം ദേ വിൽ ഡൈവേർജസ്, ദെൻ അപ്പിയേഴ്സ് ടു ബി ഒരു പാരലൽ റേ. കോൺവെക്സ് ലെൻസിന്റെ റൂൾ അനുസരിച്ച് പാരലൽ റേ ആണെങ്കിൽ ഡൈവേർജ് ചെയ്യും. ഡൈവേർജ് ചെയ്യുന്ന എവിടെ നിന്നായിട്ട് അപ്പിയർ ചെയ്യും, ഫോക്കസിൽ നിന്നാണ് അപ്പിയർ ചെയ്യും. അപ്പോൾ നോക്കി ഇതെല്ലാം ഡൈവേർജ് ചെയ്ത് പോകും, ബട്ട് ഇറ്റ് അപ്പിയേഴ്സ് ടു ബി ഡൈവേർജസ് ഫ്രം ഫോക്കസ്. ഓക്കെ, എല്ലാം എന്ത് ചെയ്യും, ഫോക്കസിൽ നിന്ന് ഡൈവേർജ് ചെയ്യുന്നതായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യാം. ഓക്കെ ഓക്കെ, എല്ലാം ഡൈവേർജ് ചെയ്തു, ബട്ട് എവിടെ നിന്നാണ് ഡൈവേർജ് ചെയ്തത്, ഫോക്കസിൽ നിന്നാണ് ഡൈവേർജ് ചെയ്യുന്നത് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇമേജ് എവിടെയാണ് ഫോം ചെയ്തത്, ഫോക്കസ്. അപ്പം ഫസ്റ്റ് വൺ അറ്റ് ഫോക്കസ്. ദെൻ സൈസ് എങ്ങനെയാണ്, ഓക്കെ ഫോക്കസിലാണ് പോയിന്റ് ഔട്ട് ചെയ്തതെങ്കിൽ അവിടെ ഒരു പോയിന്റ് ഇമേജ് കിട്ടണം. അപ്പോൾ ഇമേജ് ഫോക്കസിൽ ഫോം ചെയ്തു ആൻഡ് ഇറ്റ് ഇസ് എ പോയിന്റ് സൈസ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, പോയിന്റ് സൈസ് ഡോട്ട് ഡിമിനിഷ്, വെരി മച്ച് ഡിമിനിഷ്ഡ് എന്ന് പറയാം, പോയിന്റ് സൈസ്. ഓക്കെ, ദെൻ ദ തേർഡ് വൺ എന്ന് പറയുന്നത് അറിയാം, നോക്കിയാൽ അറിയാം, ഡൈവേർജ് ചെയ്ത് പോയൊന്നും മീറ്റ് ചെയ്തില്ല, ഡോട്ടർ ലൈൻസ് എക്സ്റ്റെൻഡ് ചെയ്തപ്പോഴാണ് മീറ്റ് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ ഇറ്റ് ഇസ് എ വിർച്വൽ ഇമേജ്. And the last one, virtual images are always erect. Okay, convex ഫസ്റ്റ് ഇമേജ് കഴിഞ്ഞു. ഇനി ഒരെണ്ണോടെ ഉള്ളൂ, ഇതോടെ കഴിഞ്ഞ് നമ്മുടെ പോർഷൻസ് കഴിയുകയാണെന്നത്തെ. സോ ഒബ്ജക്റ്റ് പ്ലേസ്ഡ് ബിറ്റ്വീൻ ഇൻഫിനിറ്റി ആൻഡ് പോൾ ഓഫ് എ മിറർ. ഓക്കെ, മിററിൻ്റെ ഇൻഫിനിറ്റിക്കും പോളിനും ഇടയിൽ എവിടെ വെച്ചിട്ടുണ്ടെങ്കിലും ഇനി കിട്ടാൻ പോകുന്ന ഇമേജിൻ്റെ പൊസിഷൻ മാറത്തില്ല. ഓക്കെ, അതായത് ഒരു ബിറ്റ്വീൻ സംതിങ്ങിലാണ് അത് നിൽക്കുക. ആ ബിറ്റ്വീൻ എന്താണെന്ന് എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ ഓക്കെ, ഞാൻ ഇൻഫിനിറ്റി, ഇവിടെ ഇൻഫിനിറ്റി ഇവിടെ പോളുമാണ്, ഇതിന് ബിറ്റ്വീൻ എവിടെ വേണമെങ്കിലും വയ്ക്കാം. ഓക്കെ, സോ ഞാൻ ഒബ്ജക്റ്റ് എന്ത് ചെയ്തു, ഇവിടെ പ്ലേസ് ചെയ്തു. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രണ്ട് റേസ് എടുക്കാം. ഒന്നാമത്തത് എ റേ വിച്ച് ഈസ് പാസിംഗ് പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ്. റൂൾ അനുസരിച്ച് ആഫ്റ്റർ റിഫ്ലക്ഷൻ എന്ത് ചെയ്യും, അപ്പിയേഴ്സ് ടു ബി ഡൈവേർജസ് ഫ്രം ഫോക്കസ്. ഫോക്കസിൽ നിന്നും ഡൈവേർജ് ചെയ്യുന്നതായിട്ട് ഫീൽ ചെയ്യും അല്ലേ, ഡൈവേർജ് ചെയ്യും. ഓക്കെ, അനദർ റേ ഇതിലൂടെ പാസ് ചെയ്യാം. നമുക്ക് എന്ത് ചെയ്യാം, ഒന്നെങ്കിൽ പോളിലൂടെ പോകുന്ന റേ എടുത്ത് കഴിഞ്ഞിട്ട് ഡൈവേർജ് ചെയ്ത് പോകുന്ന റേ എന്ത് ചെയ്യണം, എക്സ്റ്റെൻഡ് ചെയ്യണം ബാക്കോട്ട്, എന്നാൽ മാത്രമേ എടുത്തുള്ളൂ, അല്ലെങ്കിൽ വേണ്ട. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ അതെടുത്തോ, അല്ലെങ്കിൽ സെൻറ്റർ ഓഫ് കർവേച്ചറിലേക്ക് എടുക്കാം. സെൻറ്റർ ഓഫ് കർവേച്ചറിലേക്ക് പോകുന്ന റേ എന്ത് ചെയ്യും, ആഫ്റ്റർ റിഫ്ലക്ഷൻ റിഫ്ലക്സ് ബാക്ക് അലോങ് ദ സെയിം പാത്ത്. ഓക്കെ, സോ നോക്കി ഇങ്ങനെ റിഫ്ലക്ട് ചെയ്തു. നമുക്ക് രണ്ട് റേയിൽ എന്ത് ചെയ്യുവാണ്, ഡൈവേർജ് ചെയ്ത് പോവാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിനെയും നമുക്ക് ബാക്കോട്ട് എക്സ്റ്റെൻഡ് ചെയ്താൽ എവിടെ മീറ്റ് ചെയ്യും, സെൻറ്റർ ഓഫ് കർവേച്ചർ. നോക്കി ഇവിടെ ഒരു പോയിന്റിൽ അവർ രണ്ടും മീറ്റ് ചെയ്തില്ലേ. അങ്ങനെയാണെങ്കിൽ ഇമേജ് എവിടെ ഫോം ചെയ്തത്, ഇവിടെയാണ്. ആൻഡ് നോക്കി ഇറക്റ്റ് ഇമേജ് ആണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ നോക്കി ഇൻഫിനിറ്റിക്കും പോളിനും ഇടയിൽ എവിടെ വെച്ചിട്ടുണ്ടെങ്കിലും ഇമേജ് ഇസ് ഫോം ബിറ്റ്വീൻ എവിടെയാണ്, പോൾ ആൻഡ് ഫോക്കസ്. പോളിനും ഫോക്കസിനിടയിലേ കിട്ടുള്ളൂ. അപ്പോൾ ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നതോറും എവിടെ കിട്ടും എന്ന് പറഞ്ഞു, ഫോക്കസിൽ കിട്ടും. അപ്പോൾ ഇൻഫിനിറ്റിന്ന് അടുത്ത് പോളിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ഇമേജ് വിൽ മൂവ് ടുവേർഡ്സ് പോൾ. പോളിൻ്റെ അടുത്തേക്ക് തന്നെ ഇമേജ് മൂവ് ചെയ്യും. അതായത് ഒബ്ജക്റ്റ് പോളിൻ്റെ അടുത്തേക്ക് മൂവ് ചെയ്താൽ ഇമേജും പോളിൻ്റെ അടുത്തേക്ക് പോകും. എന്തായാലും ഇമേജ് എവിടെയായിരിക്കും കിട്ടുന്നത്, ബിറ്റ്വീൻ പി ആൻഡ് എഫ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇനി ക്യാരക്ടറിസ്റ്റിക്സ് എഴുതാമല്ലോ. അപ്പോൾ ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞാൽ ഇമേജസ് ഫോം ബിറ്റ്വീൻ പി ആൻഡ് എഫ്. ഓക്കെ, ആൻഡ് ദ സെക്കൻഡ് വൺ എങ്ങനെയാണ്, സൈസ് എങ്ങനെയാണ്, സ്മോളർ ആണ്, കണ്ടറിയാം അല്ലേ, സ്മോളർ. ആൻഡ് ദ തേർഡ് വൺ എന്താണ്, ഇറ്റ് ഈസ് എ വിർച്വൽ ഇമേജ് അല്ലേ, എക്സ്റ്റെൻഡ് ഡോട്ടഡ് ലൈൻസ് ഉപയോഗിച്ച് എക്സ്റ്റെൻഡ് ചെയ്ത്. കാരണം റിഫ്ലക്ട് ചെയ്ത് പോകുന്ന റേസ് ഡൈവേർജ് ചെയ്ത് പോവുക, പിന്നെ അവരെ ഡോട്ടഡ് ലൈൻസ് ഉപയോഗിച്ച് എക്സ്റ്റെൻഡ് ചെയ്തപ്പോഴല്ലേ ഇമേജ് കിട്ടിയത്. അതുകൊണ്ട് ദേ ആർ വിർച്വൽ ഇമേജ്. ഓക്കെ, ആൻഡ് ദ ഫോർത്ത് വൺ ഇറക്റ്റ് ആണ്, ഇറക്റ്റ്. ഓക്കെ, സോ ഇത്രയാണ് നമുക്ക് വരുന്നത്. ഇതിൽ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം, കോൺവെക്സിന്റെ രണ്ട് കേസിലും നിങ്ങൾക്ക് കിട്ടിയത് വിർച്വൽ ഇമേജസ് ആണ് അല്ലേ. അതായത് കോൺവെക്സിൽ എപ്പോഴും നിങ്ങൾക്ക് എന്ത് കിട്ടും, വിർച്വൽ ഇമേജ്. കോൺകേവിൽ നിങ്ങൾക്ക് ഒരൊറ്റ കേസിൽ മാത്രമേ വിർച്വൽ ഇമേജ് കിട്ടുള്ളൂ. അത് ഏതാണ്, when the object is placed between P and F. ഓക്കെ, ബാക്കി എല്ലാ കേസിലും റിയൽ ഇമേജസ് ആണ്. അപ്പോൾ ഈ ഇത്രയും ഡയഗ്രാംസ്, അതായത് കോൺകേവിൻ്റെ 6 ഡയഗ്രാംസും കോൺവെക്സിൻ്റെ 2 ഡയഗ്രാംസും ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനെ ബേസ് ചെയ്ത് ഒരുപാട് ക്വസ്റ്റ്യൻസ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. അപ്പോൾ ഇത്രയാണ് നമ്മളിന്ന് എടുക്കാൻ ഉദ്ദേശിച്ചിരുന്നത്. നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായും കമൻറ്റ് ചെയ്യണം ക്ലാസ്സിനെ പറ്റിയുള്ള അഭിപ്രായം. ദെൻ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ തുടർന്നുള്ള വീഡിയോ കിട്ടാനായിട്ട്. അപ്പം സൈനിങ് ഓഫ്, മൈസെൽഫ് ജോബി, ബൈ.